കാണില്ല. ഖുറാനിൽ ഇട്ടുകൊടുത്ത് ഖുറാൻ ഇട്ട് ചവിട്ടി കയറാൻ പറഞ്ഞാൽ ഇവർ അറിയാതെയാണ് കയറും. പക്ഷേ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. പ്രധാനപ്പെട്ട ചോദ്യം, നാളെ ഏതെങ്കിലും അമ്പലത്തിൽ നിന്നും ദീപാരാധന സമയത്ത് മണിയടി ഉണ്ടായാൽ, ഏതെങ്കിലും പള്ളിയിൽ നിന്നും കുർബാന നടക്കുന്ന സമയത്തോ പ്രാർത്ഥന നടക്കുന്ന സമയത്തോ മണിയടി ഉണ്ടായാൽ നിങ്ങളുടെ പരിപാടികൾ നിർത്തിവെക്കൂ എന്നുള്ള ചോദ്യമായിരിക്കും ഇവർ ചോദിക്കാൻ പോകുന്നത്. വളരെ ആവേശത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നയാൾ താങ്കൾ പറഞ്ഞ വാക്കിന് സഡൻ ബ്രേക്ക് ഇട്ട് അല്ലെ ടയർ പൊട്ടുന്ന പോലെ ബസ്റ്റ് ചെയ്യാണ് ഇത്. ആവേശം മുഴുവൻ ചോർന്നു പോയി അനുസരണയുള്ള കുട്ടിയെപ്പോലെ 40 വർഷം പാടി വന്ദേമാതരം. ഈ വന്ദേമാതരം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ പലർക്കും ചൊറിച്ചല. വാങ്കുവിളി കേട്ട് കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ സംസാരവും പ്രസംഗവുമൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നിർത്തും. എന്തിനാണ് ഇങ്ങനെ ഒരു അലിഖിത നിയമമുണ്ടോ വാങ്കുവിളി കേട്ട് കഴിഞ്ഞാൽ പ്രസംഗം നിർത്തണമെന്ന്? SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഇത്തരത്തിലൊരു അമിത വിധേയത്വം ഒരിടത്ത് പ്രകടിപ്പിച്ചത്. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇങ്ങനെ കത്തിക്കയറി വരികയായിരുന്നു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട്. പെട്ടെന്ന് അതാ വാങ്കുവിളി ഉടനെ ഷൂന്നായിപ്പോയി കഴിഞ്ഞാൽ ടയർ ഇങ്ങനെ വീർത്ത് വരും, പെട്ടെന്ന് കാറ്റ് പോകുമെന്ന് അറിയില്ലേ, അതുപോലെ കുറച്ച് നേരം ആ വേദിയിൽ പോയിരുന്നു. അപ്പം ഇത് കുറേ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് ഇപ്പം വിലയിരുത്തുന്നുണ്ട്. ഇതിപ്പോൾ കർക്കിടക മാസമാണ്, രാമായണ ആചരണമാണ്, രാമായണ പാരായണം പലയിടങ്ങളിൽ നടക്കുന്നു. പല SFI നേതാക്കളും ഇത് നിർത്തലാക്കണം, ഈ രാമായണ പാരായണം നിർത്തലാക്കണം, അതെ മിത്താണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുകയാണ്. ഇത് സംഘപരിവാറിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഈ രാമായണ ആചരണം, രാമായണ പാരായണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിനോട് അമിത വിധേയത്വം പ്രകടിപ്പിക്കുന്നു. എന്താണ് ഈ ഒരു മാനസികാവസ്ഥ? മനസ്സിലാവുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ ബാങ്കുകളോടും ആത്മാർത്ഥതയില്ല, രാമായണത്തോടും ആത്മാർത്ഥതയില്ല. എങ്ങനെയെങ്കിലും ഉദരനിമിത്തം എന്ന് പറയുന്ന കുഞ്ഞെന്നും പേര് പറയുന്ന പോലെ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കണം. അതിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ലാഭമാകാം, സാമ്പത്തിക ലാഭമാകാം. ഇവിടെ ഇപ്പം ഇത്തവണത്തെ ഇലക്ഷനിൽ ലാസ്റ്റ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മഹാത്ഭുതം ഇവിടെ നടന്നു. എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി ന്യൂനപക്ഷങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കൺസോളിഡേഷൻ ഇവിടെ ഉണ്ടായി. UDF അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടായി. അത് ഇനി തിരിച്ചു പിടിക്കണം CPM. പണ്ട് CPM ഇത്തരം കളികൾ കളിച്ച് മലപ്പുറം ജില്ല അല്ലെ ബീഫ് തിന്നണോ പന്നി തിന്നണോ എന്നുള്ള പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേയൊക്കെ മുസ്ലിങ്ങളെ ആകർഷിച്ച് നിർത്താൻ പറ്റിയിരുന്നു. എങ്ങനെയോ അത് ഇവർക്ക് കൈമോശം വന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പ്രകടനമാണിത്. അല്ലാണ്ട് ഇവർക്ക് ബാങ്കുകളിൽ എതിർക്കണമെന്നോ അല്ലെ ഒന്നും യാതൊരു ബഹുമാനം കാണില്ല. ഖുറാനിൽ ഇട്ടുകൊടുത്ത് ഖുറാൻ ഇട്ട് ചവിട്ടി കയറാൻ പറഞ്ഞാൽ ഇവർ അറിയാതെയാണ് കയറും. പക്ഷേ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ആ കാപട്യത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ. പിന്നെ രണ്ടാമത് ആ SFIയുടെ നേതാവ് ചെയ്തത്, ഇപ്പോൾ നാളെ സംഘപരിവാറിൻ്റെ സംഘടനകൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം, നാളെ ഏതെങ്കിലും അമ്പലത്തിൽ നിന്നും ദീപാരാധന സമയത്ത് മണിയടി ഉണ്ടായാൽ, ഏതെങ്കിലും പള്ളിയിൽ നിന്നും കുർബാന നടക്കുന്ന സമയത്തോ പ്രാർത്ഥന നടക്കുന്ന സമയത്തോ മണിയടി ഉണ്ടായാൽ നിങ്ങളുടെ പരിപാടികൾ നിർത്തിവെക്കൂ എന്നുള്ള ചോദ്യമായിരിക്കും ഇവർ ചോദിക്കാൻ പോകുന്നത്. അതാർക്കാ അഡ്വാൻറ്റേജ്? ഈ ബാങ്ക് വിളിയുടെ സമയത്ത് 1 മിനിറ്റ് നേരത്തേക്കോ 2 മിനിറ്റ് നേരത്തേക്കോ 5 മിനിറ്റ് നേരത്തേക്കോ ആണെങ്കിൽ പോലും വളരെ ആവേശത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നയാൾ താങ്കൾ പറഞ്ഞ വാക്കിന് സഡൻ ബ്രേക്ക് ഇട്ട് അല്ലെ ടയർ പൊട്ടുന്ന പോലെ ബസ്റ്റ് ചെയ്യാണ് ഇത്. ആവേശം മുഴുവൻ ചോർന്നു പോയി അനുസരണയുള്ള കുട്ടിയെപ്പോലെ പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാരെയാണ് അപ്പോൾ സഹായിക്കുന്നത്? ഇത് ഇവൻ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ സഹായിക്കാനുള്ള ഇൻഡയറക്റ്റ് മീൻസ് കൂടി അത്. നാളെ ഇത് കാണുന്നു, ഒരാളല്ലല്ലോ കാണുന്നത്, കാണുന്നവരെല്ലാം പൊട്ടന്മാരാണ്. ഇവൻ ഭക്തി കൊണ്ടാണ് ഇത് ചെയ്യുന്ന ആരെങ്കിലും വിശ്വസിക്കും? ഭക്തിയല്ല ഇതിൻ്റെ കാര്യം. ഇതിൻ്റെ കാര്യം പാവം പിടിച്ച മുസ്ലിങ്ങളെ പറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ BJPക്കും വേണമെങ്കിൽ മിടുക്കന്മാരാണ് മുതലെടുക്കാം. അതാണ് സംഭവിക്കുന്നത്. ആ മാറ്റത്തെ എങ്ങനെ തടഞ്ഞ് മതേതരത്വം തകർന്നതിൻ്റെ കാരണം ഇത്തരം കാപട്യങ്ങളാണ്. നമ്മൾ മതേതരത്വമാണ് പറയുന്നെങ്കിൽ മതേതരത്വത്തിൻ്റെ സ്റ്റൈലിൽ അതിൻ്റെ ഫിലോസഫി ഫോളോ ചെയ്യണം. ഇതാ ഫിലോസഫി ഫോളോ ചെയ്യുന്നില്ല. ഇയാൾക്ക് ബാങ്ക് വിളി സമയത്ത് നിർത്തണമെന്നുള്ള കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഉണ്ടോ ഇവിടെ? നമുക്ക് എല്ലാ ആരാധനാലയങ്ങളും നടക്കുന്ന പരിപാടി നിർത്തി വയ്ക്കാൻ തുടങ്ങിയ ഒരു പണിയും നടക്കുകയില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഇപ്പം ദുഃഖവെള്ളിയാഴ്ച അവധിയാണ്, അല്ലെ ദുഃഖവെള്ളിയാഴ്ച ബസ്സെല്ലാം ഓടുന്നില്ലേ ക്രിസ്ത്യൻസിൻ്റെ? ബാർ തുറക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജീവനക്കാർ പോകുന്നില്ല, അല്ലെ കള്ളി എത്തുന്നവർ പോയില്ലേ? എന്തേ അങ്ങനെ പോകുന്നത്? ഇതെല്ലാം സമൂഹത്തെ ആചാരവിൽ നടത്തിക്കോട്ടെ, സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുക. ഞാനും നിങ്ങളിത് ചെയ്യണമെന്ന് പറയാൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങളും ഇറങ്ങാൻ പാടില്ല.
അവർ ബാങ്ക് വിളിക്കോ, അതിൽ വിശ്വാസമുള്ളവരവിടെ മര്യാദയ്ക്ക് ഇരിക്കുകയോ ചെയ്തോട്ടെ. നിങ്ങളോടും എന്നോടും അനങ്ങാൻ പാടില്ലെന്ന് പറയുന്നത്. അല്ല, ഇതേ SFIക്കാരാണ് വന്ദേ മാതരം മുഴുവനായിട്ട് പാടുന്നതിനെ എതിർക്കുന്നത്. പക്ഷേ വാങ്കുവിളി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ സംസാരം നിൽക്കുകയും ചെയ്യും, വല്ലാത്ത രീതിയിലുള്ള വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ഒരു മതത്തിൻ്റെ പ്രാർത്ഥനകളോടും അനാദരവ് കാണിക്കരുത് എന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വന്ദേ മാതരത്തെ ഇവർ എതിർക്കുകയാണ്. വന്ദേ മാതരം 40 വർഷം കോൺഗ്രസിൻ്റെ പല വേദികളിൽ പാടിയിട്ടുണ്ട് വന്ദേ മാതരം. പിന്നീടാണ് അതിന് ഇത്ര വരികൾ മതി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അത് എത്തിപ്പെട്ടത്. 40 വർഷം പാടി വന്ദേ മാതരം. ഈ വന്ദേ മാതരം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ പലർക്കും ചൊറിച്ചല. അതിൻ്റെ ആ കാലത്ത് അതിൻ്റെ പേരിൽ യാതൊരു കലാപങ്ങളും ആരെങ്കിലും ഒരു മൊട്ടസൂചി കൊണ്ട് കുത്തുന്ന പോലെ പ്രശ്നം പോലും ഉണ്ടായിട്ടുമില്ല ഈ 40 വർഷം പാടിക്കൊണ്ടിരുന്നപ്പോൾ. ഇതിൻ്റെ കമ്പാരിസണെ വന്ദേ മാതരം മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ ചൊറിച്ചലാണ് പലർക്കും. പക്ഷേ ഇവിടെ വിധേയത്തല്ല. വിധേയത്വം നമുക്ക് പറഞ്ഞാൽ ശരിയാകില്ല. വിധേയത്തല്ല, പച്ചക്കുള്ള മുസ്ലിംസിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ, വിവരമില്ലാത്ത മുസ്ലിംസിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ചൂഷണം ചെയ്യാനുള്ള ശ്രമമാണ്. അതാ മുസ്ലിം മനസ്സിലാക്കേണ്ടത്. ഇവന് ബാങ്ക് വിളിക്കുമ്പോൾ ഇരിക്കുന്ന അവരെ ബഹുമാനിച്ചിട്ടാണ് അവർ വിചാരിക്കുന്നത്. ബാങ്ക് വിളിക്കുമ്പം നേരത്തെ SFIയുടെ പ്രസിഡന്റ് പ്രസംഗം നിർത്തിപ്പോയി കസേര പോയി ആട്ടുംകുട്ടിയെ പോലെ ഇരുന്നത് അവരോട് ബഹുമാനിച്ചിട്ടാണെന്ന് ഏതെങ്കിലും മുസ്ലിം ഇസ്ലാമിസ്റ്റ് ധരിക്കുന്നുണ്ടെങ്കിൽ അവർ മണ്ടന്മാരാണ്. പിന്നെ അതില്ല, ഫണ്ടമെൻ്റലായിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഇനി രണ്ടാമത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിലേക്ക് കടന്നു വരും. നമ്മൾ കൂടുതൽ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ വരും. എല്ലാ വിഭാഗത്തിനും ഇതില്ലേ, എല്ലാ ബുദ്ധ മതക്കാർക്ക് വേണം, പാഴ്സികൾക്ക് വേണം, എത്രയോ മതങ്ങളുണ്ട്, ജൈനന്മാർക്ക് വേണം, എല്ലാവർക്കും വേണ്ടേ. അവരുടെ എല്ലാം ഇത്തരം ആചാരപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവധിയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ ആവശ്യപ്പെടുമ്പോഴോ ഇപ്പോൾ അവധി ചോദിക്കും. മറ്റേ ഓണത്തിന് കൊടുത്തില്ലേ, വിഷുവിന് കൊടുത്തില്ലേ, അതുകൊണ്ട് ബക്രീദിന് റംസാനും വേണം, ഇപ്പോൾ പറയും ക്രിസ്മസിന് വേണം, പെസഹ വ്യാഴയ്ക്ക് വേണം. അപ്പോൾ ഇതുപോലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അതിൽ നിന്ന് മാറി അവർ ഉണ്ടാക്കിക്കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൽ നിന്ന് മാറി നിൽക്കേണ്ട പ്രൈമറി ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് ഇവരെല്ലാം റെപ്രസെൻ്റ് ചെയ്യുക സ്റ്റേറ്റ്. അപ്പോൾ താങ്കൾ എന്താ പറയുന്നത്? അപ്പോൾ വാങ്കുവിളി ഇപ്പോൾ ഒരു പ്രസംഗത്തിനിടെ ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു പരിപാടി നടക്കുകയാണ്, അവിടെ വാങ്കുവിളി ഉയരുന്നു. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കള് എന്താ ചെയ്യുക? ആ പരിപാടി കുറച്ച് നേരത്തേക്ക് നിർത്തിവെക്കുകയാണ് ചെയ്യുക. അത് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്? അല്ലാതെ അത് ചെയ്യുന്നുണ്ട്. ബാങ്ക് വിളി നിർത്തി വയ്ക്കുന്നതുകൊണ്ട്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി തൽക്കാലത്തേക്ക് നിർത്തി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതൊരു അവരുടെ ആരുടെ എന്നെ ബഹുമാനിച്ചുകൊണ്ടാ? അവിടെ ബാങ്ക് വിളിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, അവരുടെ വികാരത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന, അല്ലാണ്ട് അവരുടെ വികാരത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓരോ മതങ്ങൾക്കും വ്യക്തിപരമായി ഓരോ വിശ്വാസങ്ങളുണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കണം എന്ന് പറയാൻ പറ്റില്ല, പരസ്പരം ബഹുമാനിക്കണം എന്ന് പറയാം. ഇവിടെ ബഹുമാനമല്ല കാണിക്കുന്നത്, വിധേയത്വമാണ് കാണിക്കുന്നത്, അടിമത്താണ് കാണിക്കുന്നത്. മതേതരാന്ന് പുറമേ പറയുക, അതാണ് അവരുടെ കാപട്യം എന്ന് പറയുക. ഏറ്റവും വലിയ മതേതരവാദികളെന്ന് ഒരു വശത്ത് ബാധിക്കുകയും മറുവശത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അതാണ് പ്രശ്നം, വേറെ കാര്യങ്ങളൊന്നുമില്ല. വെള്ളാപ്പള്ളി ഇരിക്കുന്ന സ്റ്റേജിൽ പിണറായി വിജയൻ കടന്നപ്പള്ളി രാമചന്ദ്രനോട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഒരു ഭക്തിഗാനം ഉയർന്നപ്പോൾ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്തിഗാനം ഉയർന്നപ്പോൾ കടന്നപ്പള്ളി എഴുന്നേക്കാൻ പോകുന്നു, കടന്നപ്പള്ളിയെ പിടിച്ച് കണ്ണൂർ വെച്ച്. അതെ. അപ്പോൾ അത് എന്തിൻ്റെ സിമ്പലാ? അതേപോലെ തന്നെ പിണറായി വിജയൻ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അയ്യപ്പ ഭക്തിഗാനം പുറകിൽ നിന്ന്, അത് അന്നേരം ആ ഒരു അന്തരീക്ഷമാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ അത് നിർത്തിവെപ്പിക്കാൻ ആഹ്വാനം നൽകി തിരുവനന്തപുരം ജില്ലയിൽ. അപ്പം ഈ ഒരു കാപട്യം ഉണ്ടല്ലോ, വാങ്കിനോടൊരു നിലപാടും മറ്റ് ഭക്തിഗാനങ്ങൾ കേൾക്കുമ്പോൾ അത്ര ബഹുമാനിക്കേണ്ട എന്ന് പറയുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, അത് തെറ്റാണ്. അല്ല, അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ കാരണമില്ലേ. പക്ഷേ എന്നിട്ടും പിണറായി വിജയന് ഫലം ചെയ്തോ? ഇല്ലല്ലോ. ഇവർക്ക് 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്നുകിൽ ഇവർക്ക് മുസ്ലിം വോട്ടുകൾ മുഴുവൻ കിട്ടുക, സംഘപരിവാർ ബാക്കി വോട്ട് കൊണ്ട് പോക്കോട്ടെ, ബി ജെ പിക്ക് വളരാനുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യം ഇത്. ഏറ്റവും അനുകൂലം പിണറായി വിജയനെ പോലുള്ള ഒരാളാണ് തുടരുന്നതെങ്കിൽ കേരളത്തിൽ BJP ഭരണം പിടിച്ചിരിക്കും, സംശയം വേണ്ട. കാരണം ആദ്യം പറഞ്ഞ സ്റ്റേറ്റുമായിട്ട് ബാക്കി ജനങ്ങളെ മുഴുവൻ അകറ്റുന്നേ. ഇത് CPM സപ്പോർട്ട് ചെയ്യുന്നതിനും കാണുന്നില്ലേ? അവർ കൂടുതലും ഹൈന്ദവ വിശ്വാസികളാണ്. കേരളത്തിലൊരു ഹൈന്ദവ പാർട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ CPM ആണ്. അവർക്ക് കിട്ടുന്ന വോട്ടുകളിൽ 80% ഹിന്ദുക്കളുള്ള വോട്ടാണ്. അവിടെ ഇത് കാണുന്നുണ്ട്. സാറേ, നമ്മൾ ഈ വാങ്കുവിളിയുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം കോൺട്രവേഴ്സികൾ, വിവാദങ്ങളാണ് ലോകമെമ്പാടും നടക്കുന്നത്. ഇപ്പം ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ അതായത് കൂരയ്ക്ക് മുകളിൽ നിന്ന് വാങ്കുവിളി ഉയരുന്നത് നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ പോലും പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒച്ചത്തിലുള്ള വിളി ആവശ്യമില്ല, സ്വകാര്യമായിട്ട് വിളിച്ചാൽ മതി എന്ന് പറയുന്നൊരു സംഗതി.
അപ്പോൾ ഇത് പല സ്ഥലത്തും ഉയരുകയാണ്. അപ്പോൾ ഈ എന്താണ് അതിൻ്റെ ഒരു വിഷയം എന്താണ്? ഇത് ഈ ഉച്ചത്തിലുള്ള വാങ്കുവിളി കൊണ്ട് എന്താണ് അപകടം? ഇപ്പം ഉത്തർപ്രദേശിൽ ഇത് യഥാർത്ഥത്തിൽ പലയിടങ്ങളിലും ബാൻ ചെയ്തിട്ടുണ്ട്. അവിടെ വാങ്കുവിളി മാത്രമല്ല, ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചത്തിൽ മുഴങ്ങുന്ന ഈ പ്രാർത്ഥനകൾ പോലും അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. സ്വകാര്യമായിട്ട് ചെറുതായിട്ട് ചെയ്താൽ മതി. പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന് നിങ്ങൾ ഇത് അറിയേണ്ട ആവശ്യമില്ലെന്നേ, നിങ്ങൾ മതപരമായ ആളുകൾക്ക് കേട്ടാൽ പോരെ. ഇത് ഒരു കണക്കിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും കേരളത്തിൽ പ്രത്യേകിച്ച് മറ്റു സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ CR നീലണം വരുമ്പോൾ അത് എന്താ അതിൻ്റെ അർത്ഥം, എങ്ങനെയാണ് BJP വളരുന്നതിന് കാരണം ഇതുവരെ ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. ഇതാണ് കാരണം BJP ബാങ്ക് വിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം, അതിനോട് വിധേയത്വം കാണിക്കുന്ന സമീപനം. അത് ബാങ്ക് വിളിയെ വിധേയത്വം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാർത്ഥനയ്ക്കും വിധേയത്വൻ കാണിക്കണം, അമ്പലത്തിലെ പ്രാർത്ഥനയ്ക്കും കാണിക്കണം, പള്ളിയിലെ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ വിധേയത്വം കാണിക്കണം. ആ വിധേയത്തെ ഒന്നിനോട് മാത്രം കാണിക്കുമ്പോൾ അവനാരായി? അവൻ പൊന്നാനി പോയി സുന്നത്ത് ചെയ്ത് ഇസ്ലാമാകേണ്ടി വരും, അവൻ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ. അതാണ് ശരിയെങ്കിൽ. പിന്നെ അതിനെ ബഹുമാനിച്ചിട്ടാണെങ്കിൽ ബഹുമാനം കാണിക്കുന്നതിന് ചില മാന്യതകളും മര്യാദയുണ്ട് ബഹുമാനം കാണിക്കുന്നതിന്. ഇത് അതിനപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് ഒരു ക്യാൻസർ വളർത്തി കൊണ്ടുവരികയാണ്. ഇത് നാളെ BJPയുടെ നിയന്ത്രണത്തിൽ നിൽക്കണം. ഇതിനുള്ള റിട്ടാലിയേഷൻ നാളെ മോഡി വിളിച്ച് പറയുക, നിങ്ങൾ ഇതിനെ തിരിച്ചടിക്കാൻ പോകണ്ട, അല്ലെങ്കിൽ തിരിച്ചതുപോലെ പാടാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഹിന്ദുക്കൾ പോലും ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല. അവർ സ്വയം തീരുമാനങ്ങളെടുക്കും, നേതൃത്വമില്ലാതെ തീരുമാനങ്ങളെടുക്കും. അത്തരം തീരുമാനങ്ങൾ രാജ്യത്തെ ആഭ്യന്തര കുഴപ്പത്തിലേക്ക് നയിക്കും. ഇപ്പോൾ സ്പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം മൊറോക്കോയിലെ പോലെ അഭയാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും, ആ വിഷയം അറിഞ്ഞില്ലല്ലോ. അപ്പം അതുപോലത്തെ ഒരു സാഹചര്യം ഇന്ത്യയിൽ, കേരളത്തിൽ നിന്ന് കുറേ അഭയാർത്ഥികൾ മുസ്ലിങ്ങൾ കാശ്മീരിലേക്കും, കാശ്മീരിൽ നിന്ന് കുറേ ഹിന്ദുക്കൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ഇപ്പോൾ വാങ്കുവിളിയോട് അസഹിഷ്ണുത രേഖപ്പെടുത്തണം എന്നാണോ പറയുന്നത്? ഇല്ല, അത് അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ പള്ളിയുടെ ചുറ്റുവട്ടത്തിനുള്ളിൽ, വിശ്വാസികളുടെ ചുറ്റുവട്ടത്തിനുള്ളിൽ, അവരുടെ വീടിൻ്റെ ആൾക്കാർക്ക് കേൾക്കത്തക്ക രീതിയിൽ, നാട്ടുകാരെ കേൾക്കത്തക്ക കോളാമ്പി നിരോധിച്ചതിനാ മൈക്ക് സെറ്റിൻ്റെ കോളാമ്പി പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുന്ന സൗണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഹാനികരമല്ല, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അത് അതിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കണം. ഇപ്പം ഡാൻസോ അല്ലെങ്കിൽ നാടകം നടക്കുമ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവൻ അങ്ങോട്ട് പോകണമെന്നേ. വഴി ഈ ഒച്ച മുഴുവൻ ഇങ്ങനെ വരെ വെക്കണോ? 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വരെ വെക്കണോ? ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ, ഇപ്പം ഉദാഹരണത്തിന് മള്ളിയൂർന്ന് ഞാൻ എടുത്തു പറയാം, മള്ളിയൂർ എന്നൊരു അമ്പലമുണ്ട് അവിടെ എൻ്റെ വീടിനടുത്ത്. മള്ളിയൂർ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഒരു 8-9 കഴിഞ്ഞപ്പോൾ ഞാനും ദേവമാതാക്കളൊരു അധ്യാപകനും കൂടെ ഈ മള്ളിയൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് കുറുപ്പന്ത ജംഗ്ഷനിലേക്ക് നടന്നു വരികയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ അധ്യാപകൻ പറഞ്ഞു, കണ്ടോ അവിടുത്തെ ഈ ഒച്ച ഭയങ്കരമാണ്, ഇതെന്തിനാണ് വരുന്ന, അപ്പോൾ ഒത്തിരി സൗണ്ട് കുറച്ച് വെച്ചാൽ കുഴപ്പം. ശരി, ഞാനും അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യേ. ഇവിടെ വന്നപ്പം കുറച്ച് ഒരു 10-100 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു പള്ളിയിലെ ഒച്ച കേൾക്കാം തൊട്ടടുത്ത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം സൈലൻ്റ് ആ ഒച്ച. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ വളർന്നു വന്നിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഓരോരുത്തരുടെ മനസ്സിൽ, അതനുസരിച്ചാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ റിയാക്ട് ചെയ്യാൻ തോന്നാത്തതിൻ്റെ കാരണം എന്താ? പള്ളിയിൽ നിന്ന് വരുന്ന ഒച്ചയ്ക്ക് അത് അസഹനീയമെന്ന് തോന്നിയല്ല, മറിച്ച് ഇപ്പുറത്ത് മള്ളിയൂർ അമ്പലത്തിലെ തോന്നാലും ബാങ്ക് വിളിക്കുന്ന കേട്ടാൽ ഇവർക്ക് അസഹനീയത തോന്നും. ഓരോരുത്തർക്കും അങ്ങനെയൊക്കെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതാണ് ആദ്യം മാറേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള സെക്ടേറിയൻ ചിന്താഗതിയെ വളർത്തിക്കൊണ്ടുവരരുത്, അത് മാറണം. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന നമുക്ക് പ്രശ്നമില്ലെന്നേ, ഒരു തരത്തിലും ബാധിക്കുകയില്ല. പക്ഷെ അതിനോടുള്ള പെരുമാറ്റം, നടപ്പാക്കുന്ന രീതി. ഞാൻ അവസാനം നിർത്തുമ്പോൾ ഒറ്റ കാര്യം കൂടി ചോദിക്കാം. വാങ്കുവിളിയോട് ഈ വിധേയത്വം കാണിക്കുകയും രാമായണ മാസാചരണം അല്ലെങ്കിൽ കർക്കിടക മാസാചരണം, രാമായണ പാരായണം ഇത് നിർത്തണമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഒരു SFI നേതാവ് പറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാപട്യമില്ല യഥാർത്ഥത്തിൽ? അവനിട്ട് പിടിച്ച് 2 അടിയും കൊടുത്ത് അവനെ ജയിലിൽ പിടിച്ചിടുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ചെയ്യേണ്ടത്, സെക്കുലർ ഗവൺമെൻറ് ചെയ്യേണ്ടത്. എന്തായാലും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് ഇത്തരത്തിലുള്ളൊരു ബലൂൺ ഊതിവിട്ട ബലൂൺ എന്താണ് ഇങ്ങനെ കത്തി കയറുകയായിരുന്നു, ബലൂണ് എയറടിച്ച് കത്തി കയറുകയായിരുന്നു BJPയെ ചീത്ത വിളിക്കാൻ, നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാനായിട്ട്. പെട്ടെന്ന് പുറകിൽ നിന്നൊരു വാങ്കുവിളി
ഉയർന്നു, സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ പ്രസംഗം അവസാനിപ്പിക്കുന്നു, സീറ്റിൽ പോയിരിക്കുന്നു. അയാളെ പ്രസംഗം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സഹായിച്ചിരിക്കുന്നത് BJPക്ക് അടുത്ത ഇലക്ഷനിൽ ഒരു 10,000 വോട്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടാൻ സഹായിക്കും. തീർച്ചയായിട്ടും. എന്തായാലും വാങ്കുവിളിയോ മറ്റേതെങ്കിലും ഒരു മത പ്രാർത്ഥനകളെയോ അവഹേളിക്കുക, നിന്ദിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. പക്ഷെ അമിത വിധേയത്വവും മറ്റ് ചില സമുദായങ്ങളുടെ, ഹിന്ദു സമുദായങ്ങളുടെയോ ക്രിസ്ത്യൻ സമുദായങ്ങളുടെയോ ഭക്തിഗാനങ്ങളോട്, പ്രാർത്ഥനകളോട് അവജ്ഞയും പ്രകടിപ്പിക്കുന്ന സമീപനം ഒട്ടും ശരിയല്ല. അല്ല, അത് ആ ഒരു ബഹുമാനത്തിൻ്റെ അംശം അല്ലെന്ന് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ബഹുമാനമല്ല, ഇസ്ലാമിൻ്റെ പറ്റിക്കലാണ്. പറ്റിക്കൽ. ആ വാക്കാണ് കറക്റ്റ്. ചതി, വഞ്ചന എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഒരു ആത്മാർത്ഥം ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവൻ ഈ ഷോ കാണിക്കുന്നത്. ഒരു ആത്മാർത്ഥം ഇല്ലാത്ത ഇരുമങ്ങായിട്ട് വീണ ജോർജ് കാണിച്ചില്ലേ പെടലി പോയെന്നും പറഞ്ഞ്. അതുപോലത്തെ ഒരു ഷോ ആയത് വീണ ജോർജ് കാണിച്ച അതിൻ്റെ വേറൊരു വശമാണിത്. ഇത് സമൂഹത്തെ മൊത്തം സ്വാധീനിക്കുന്നൊരു ഷോയാണ്. അങ്ങനെ കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്.